പരിമിതിയുണ്ട്. നാട്ടിലൊരു നമ്മളൊക്കെ വലിയ ഭാഗ്യവാന്മാരാണ്. യഥാർത്ഥത്തിൽ നാട് മുഴുവനും ഒന്ന് കറങ്ങണം, എന്നിട്ട് നമ്മൾ നമ്മുടെ കേരളത്തെ ഒന്ന് മനസ്സിലാക്കി. എത്ര സുന്ദരമായിട്ടാണ് കേരള മുസ്ലിമീങ്ങൾ ജീവിക്കുന്നത്. അൽഹംദുലില്ലാഹ് അൽഫമറ. കേരളത്തിലെ മുസ്ലിമീങ്ങൾ ലോകത്തൊരു രാഷ്ട്രത്തിലെ മുസ്ലിമീങ്ങൾ ജീവിക്കുന്നില്ല എന്നത് എൻ്റെ യാത്ര എനിക്ക് നൽകിയ അനുഭവമാണ്. ഇസ്ലാമിക രാഷ്ട്രങ്ങളിലൂടെയുള്ള യാത്രയിൽ ഞാൻ പഠിച്ച ഏറ്റവും വലിയൊരു പാഠം, ലോകത്ത് മുസ്ലിമീങ്ങളിൽ ഏറ്റവും ഭാഗ്യവാന്മാർ കേരള മുസ്ലിമീങ്ങൾ. അള്ളാഹു നരകത്തിൽ തരട്ടെ, അള്ളാഹു നരകത്തിൽ തരട്ടെ. ആ വായനയുടെ സംസ്കാരം നമ്മൾ, അതിന്റെ കാരണങ്ങൾ എന്താണെന്നൊക്കെ ഇൻഷാ അല്ലാഹ് പിന്നീട് പറയും. അള്ളാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ നിലനിർത്തി തരുമാറാകട്ടെ ആ ഒരൊറ്റ വാക്കിലൂടെ. കാരണം ലോകത്ത് മുഴുവനും ഇവിടെയാണ് ഡോക്ടർ എം രാമചന്ദ്രൻ, അദ്ദേഹം ബഹുമാനനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കുറിച്ച് ഒരു ഓർമ്മക്കുറിപ്പ് എഴുതുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു ഓർമ്മക്കുറിപ്പുണ്ട്. ഡിസംബർ 6-ാം തീയതി 1992 ഡിസംബർ 6-ാം തീയതി ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിന്റെ അന്ന് ഹൈന്ദവ സഹോദരനായ ഡോക്ടർ എം രാമചന്ദ്രൻ അദ്ദേഹം എഴുതുന്നുണ്ട്, ആ സമയത്ത് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടു എന്ന വാർത്ത ഇന്ത്യ രാജ്യം മുഴുവനും അത്ഭുതത്തോടെ കേട്ടു നിൽക്കുന്നതുമായ പ്രക്ഷോഭങ്ങളിലോട്ട് കടന്നു പോകുമ്പോൾ ഞാൻ എൻ്റെ ഭാര്യയും എൻ്റെ പിഞ്ചുകിടാങ്ങളുമായി മലപ്പുറം ജില്ലയിലൂടെ കാറിൽ യാത്ര ചെയ്യുകയാണ്. ആ സമയത്ത് രാമചന്ദ്രൻ എഴുതുന്നുണ്ട്, എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും നേരെ ഒരു പ്രാവശ്യം കൂടി ഞാൻ നോക്കി. ഇന്ത്യ രാജ്യത്തിന്റെ മുസ്ലിമീങ്ങൾ പ്രതികരിച്ചാൽ, അതുമാത്രമല്ല കേരളത്തിലെ പാകിസ്ഥാൻ എന്നറിയപ്പെടുന്ന മലപ്പുറം ജില്ലയിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുക. എൻ്റെ കാറിൽ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ പിഞ്ചുമക്കളും ഒരു കൂട്ടം ആളുകൾ അഗ്നിക്കിടയാകുന്നത് ഞാൻ എൻ്റെ കൺമുമ്പിൽ എന്ന പോലെ കണ്ടു. നാനാഭാഗത്തും പ്രകമ്പനങ്ങളിലൂടെ സമൂഹം പ്രതികരിക്കുമ്പോൾ മലപ്പുറം ജില്ലയുടെ മാറിന്റെ മുമ്പിലൂടെ, മലപ്പുറം നഗരത്തിലൂടെ എൻ്റെ ഭാര്യയും പെൺമക്കളുമായി നടന്നു പോകുമ്പോൾ ഇനി ഒരിക്കൽ കൂടി എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ലപ്പോൾ എൻ്റെ ഭാര്യയോടും മക്കളോടും ഞാൻ പറഞ്ഞു, ഇത് നമ്മുടെ അവസാനത്തെ യാത്രയാണ്, നാം ഉണ്ടാവുകയില്ല. ബാബരി മസ്ജിദ് തകർക്കൽ കലാപങ്ങൾ ഇന്ത്യ രാജ്യത്ത് മുഴുവനും അരങ്ങേറുന്നു. ആ സമയത്താണ് ഞാൻ എതിരെ വന്ന ഒരു മൈക്ക് അനൗൺസ്മെന്റ് വാഹനം കണ്ടത്. ഹൈന്ദവരെ മുഴുവനും മലപ്പുറം കത്തിക്കൊണ്ട് അവരുടെ പള്ളയിലോട്ട് കുത്തിക്കയറ്റാനുള്ള ആഹ്വാനവുമായി പരസ്യമായി പാകിസ്ഥാൻ എന്നറിയപ്പെടുന്ന മലപ്പുറം ജില്ലയിലെ മുസ്ലിമീങ്ങൾ വരുന്നതാണെന്ന് കരുതി ഞാൻ എൻ്റെ ഭാര്യയും മക്കളെയും എൻ്റെ ഇടത്തെ മാറിനോട് ചേർത്ത് വെക്കുമ്പോൾ ആ മുമ്പിൽ പോയ മൈക്ക് അനൗൺസ്മെന്റ് വാഹനത്തിലൂടെ ഞാൻ ഒരു വാക്ക് കേട്ടു. നമ്മുടെ എല്ലാവരെയും നേതാവായ ഈ നാട്ടിലെ ഒരു ഹൈന്ദവ സഹോദരങ്ങളെ ഒന്ന് നുള്ളിപ്പോലും നോവിക്കാതെ ആത്മസംയമനം പാലിക്കാൻ കേരള മുസ്ലിമീങ്ങളോട് നമ്മുടെ നേതാവായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട് എന്ന വാർത്ത കേൾക്കുമ്പോൾ ഞാൻ എൻ്റെ കാലിലിരുന്ന് പൊട്ടിക്കരഞ്ഞു പോയി. അദ്ദേഹം പറഞ്ഞു, ഡിസംബർ 2-ാം തീയതി 1992 ഡിസംബർ 6-ാം തീയതി ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട അന്നത്തെ ദിവസം മലപ്പുറം ജില്ലയിൽ ഒരു മണ്ണെന്റെ ശരീരത്തിൽ വീഴാതെ ഹൈന്ദവനായ ഞാൻ ആ മഹാനായ മനുഷ്യന്റെ വിലയെന്ത് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് എന്നത് ഡോക്ടർ എം രാമചന്ദ്രന്റെ വാക്കുകളാണ്. സഹോദരങ്ങളെ, നമ്മൾ ഭാഗ്യവാന്മാരാണ്. അത് ലോകം മുഴുവനും നടന്നു പോകുമ്പോൾ, ലോകം മുഴുവനും സഞ്ചരിക്കുമ്പോൾ ആ ഏറ്റവും വലിയ പൈതൃകത്തിന്റെ പാരമ്പര്യത്തിന്റെ വാക്കുകൾ നാം തിരിച്ചറിയുമ്പോൾ ഇവിടെയാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയത്തിന് വെളിച്ചമുണ്ടാകണമെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിന് വെളിച്ചമുണ്ടാകണമെങ്കിൽ ഞാൻ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഔഷധമായി ഇറക്കി തന്ന അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ അലാ കൽബിക ലിതകൂന മിനൽ മുൻദിരീൻ. ഓ നബിയേ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ ഞാൻ അവതരിപ്പിച്ചു തന്നത് നിങ്ങളുടെ നാവിലേക്കല്ല, വെറും പാരായണത്തിന് മാത്രമല്ല, അലാ കൽബിക നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയാണ്. ഖുർആൻ വായനയുടെ സംസ്കാരം പഠിക്കുന്നത് ഹൃദയം തൊട്ടറിഞ്ഞ വായന, ആ ഹൃദയത്തിന്റെ മനസ്സിലേക്ക് ഇറങ്ങിയ വായന. ഈ ഖുർആനിനെ നിങ്ങൾ വായിക്കുക, ഈ ഖുർആനിനെ നിങ്ങൾ പഠിക്കുക, എന്നാലേ നിങ്ങൾക്ക് ഹൃദയത്തിന് വെളിച്ചമുണ്ടാകൂ എന്ന് തിരിച്ചറിയുമ്പോ സഹോദരങ്ങളെ, വായനയുടെ സംസ്കാരം നൽകുന്ന മഹത്തായ ജന്മമേട മക്കാ നഗരത്തിന്റെ നടുവിലൂടെ പാതിരാവിന്റെ നിശബ്ദതയിൽ സിരകളെ ലഹരി ഭരിക്കുന്ന രാത്രിയിൽ ഉക്കാല ചന്തയിൽ സുന്ദരികളായ പെൺകുട്ടികളുടെ കയ്യിൽ പിടിച്ച് ക്യാമറയെ നിത്തഞ്ച വെട്ടിയ അവസാനം മദ്യത്തിന്റെ ലഹരിയിൽ ഉക്കാല ചന്തയുടെ പൊതുവടിയിൽ കിടന്ന് തെറിപ്പാട്ട് പാടിയ മനുഷ്യനെ നോക്കിയിട്ട്
ഖത്താബിന്റെ വീട്ടിൽ വളർത്തുന്ന കഴുത നന്നായാലും ഖത്താബിന്റെ മകൻ നന്നാവില്ലെന്ന് വിലയിരുത്തിയ 6-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ തെമ്മാടിയായ മനുഷ്യനെ, ഏറ്റവും വലിയ തെമ്മാടിയെ, ലോക ചരിത്രത്തിന്റെ ഏറ്റവും വലിയ വ്യക്തിത്വത്തിന്റെ ധവള പ്രകാശം കൊണ്ട് ലോക ചരിത്രത്തെ വിസ്മയിച്ചൊരു മനുഷ്യനാക്കി മാറ്റി തീർത്ത, ഹൃദയത്തിലേക്ക് വെളിച്ചം വന്ന മനുഷ്യരാക്കി തീർത്ത ലോകത്തിന്റെ വിപ്ലവമേടാ. ആ വിപ്ലവമാണ് ത്വാഹ ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്കാ ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ. മദ്യപാനി വരികയാണ്, കൊലയാളി വരികയാണ്. 6-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കള്ളുകുടിയന്റെ മുമ്പ് 2 ആയത്തുകൾ ഇറങ്ങി ചെന്നപ്പോ ദാറുൽ ഫത്വയിലിരിക്കുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ചെന്ന് ദാറുൽ അർഖമിൽ ചെന്നിട്ട് കൈപിടിച്ചിട്ട് നബിയേ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഖുർആൻ വായിക്കാൻ പഠിക്കുക, ഖുർആൻ ഇറങ്ങുക. കാട്ടറബിയെ ഖലീഫയാക്കി മാറ്റിയ, മദ്യപാനിയെ മദ്യനിരോധനത്തിന്റെ വക്താവാക്കി മാറ്റിയ, പാവപ്പെട്ട കുഞ്ഞുങ്ങളെ ഓത്ത് സുബഹി നമസ്കാരത്തിന് മുസല്ലയിൽ കിടന്ന് പൊട്ടിക്കരയുന്ന പച്ച മനുഷ്യനാക്കി മാറ്റിയ അല്ലാഹുവിന്റെ ഖുർആന്റെ സാന്നിധ്യം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ഹൃദയത്തിന്റെ പ്രകാശമാവുക. അല്ലാഹു പറയുകയാണ് ഫഖറഉ മാ തയസ്സാൻ. ഈ ഖുർആൻ നിങ്ങൾ ഓതി പഠിക്കുക. 6-ാം നൂറ്റാണ്ടിലെ ഉമറിനെ, ആരാ ഉമർ? ഉമറിനെ കുറിച്ച് ലോക ചരിത്രം പറയുക. അന്ന് മക്കയിലെ ഉമ്മമാർ കുട്ടികളെ തൊട്ടിലിട്ട് താരാട്ട് പാടുമ്പോ കുട്ടികൾ കിടന്നിട്ട് ഉറങ്ങാതെ കരയും. ആ സമയത്ത് കരയുന്ന കുട്ടികളോട് ഉമ്മ പറയും, ദാ ഉമർ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ തൊട്ടിലേക്ക് കിടന്ന കുട്ടികൾ പിന്നെ കരയില്ല. ഉമറിനെ പേടിയാ, ഉമറിനെ പേടിയാ. ആ മനുഷ്യൻ അവസാനം ഒരു രാത്രിയിൽ രാവിലെ സഹാബത്ത് നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോ കൈ നീട്ടി ഉമർ റളിയല്ലാഹു തആല സൂറത്തുൽ ഫാത്തിഹ ഓതി. ഫാത്തിഹ ഓതി ഉമർ റളിയല്ലാഹു തആല സൂറത്ത് ഓതാൻ കഴിയാതെ പൊട്ടിക്കരഞ്ഞു. റുക്കൂയിലേക്ക് പോയി ഉമർ റളിയല്ലാഹു തആല എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. അവിടെ കിടന്ന് പൊട്ടിക്കരഞ്ഞു സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല. അവസാനം വല്ല വിധേനയും സലാം വീട്ടിയ ഉമറിനോട് സഹാബത്ത് ചോദിച്ചു, എന്തു പറ്റി? ഇന്നലെ രാത്രിയിൽ ഞാൻ എൻ്റെ രാജ്യക്ഷേമത്തിന്റെ ഭാഗമായി ഗ്രാമത്തിലൂടെ നടന്നു പോകുമ്പോ ഒരു കൊച്ചു കുഞ്ഞു വിശന്നുകൊണ്ട് കരയുന്ന കരച്ചിൽ ഞാൻ കേട്ടു. ആ സമയത്ത് എൻ്റെ ഭരണത്തിന്റെ കീഴിൽ ഒരു പിഞ്ചു പൈതൽ വിശപ്പ് കൊണ്ട് കരയുമ്പോ നാളെ അല്ലാഹു ഉമറിനോട് ചോദിക്കില്ല, ഉമറെ കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. നീ നാട് ഭരിക്കുമ്പോ ഒരു കുഞ്ഞു പട്ടിണി കിടന്നാൽ നിനക്കതിന് ഉത്തരവാദിത്വമില്ലേ എന്ന് അല്ലാഹു എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയുമെന്ന് ചോദിച്ച് തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളെ പേടിപ്പെടുത്തിയ നാമത്തിന്റെ ഉടമ സുബഹി നമസ്കാരത്തിന് വന്നിട്ട് ഫാദിൽ. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, അതൊരു വായനയുടെ വിപ്ലവമാണ്. താഹ താഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്കാ. ഇതൊരു വായനയുടെ വിപ്ലവമാണ്. എത്ര വീട്ടിലുണ്ട് ഈ വായനയുടെ വിപ്ലവം? ഞാൻ വെറും ഒരു വായന പറയാൻ വന്നതല്ല, ഒരു വായനയുടെ സാങ്കേതികത്വം പറയാൻ വന്നതല്ല. ഇന്ന് നമ്മുടെ വീടുകളുടെ വായനകൾ മാറി. ഈ വിപ്ലവം, അച്ചടിക സാങ്കേതിക വിപ്ലവം നമ്മെ മാറ്റിമറിച്ചു. നമ്മുടെ പരമ്പരാഗത ശൈലികൾ മാറി. നമ്മുടെ തോളിലെ മലക്കുകൾക്ക് ജോലി കൂടി. ഇടത്തെ തോളിൽ തിന്മ എഴുതുന്ന മലക്ക്, വലത്തെ തോളിൽ നന്മ എഴുതുന്ന മലക്ക്. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാക്കിയ സാങ്കേതിക വായന ജുബൈർ ബിൻ മുത്തഇം. ആ വായന നിങ്ങളെന്താ പറയുക? ഉസ്താദെ, സാഹിത്യം വായിക്കാൻ എന്താ സുഖം, മലയാള മനോരമയുടെ നോവൽ വായിക്കാൻ എന്താ സുഖം. അത് വായിച്ചാലും വായിച്ചാലും ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പരസ്യം കണ്ടു. അതിൽ സീരിയൽ വന്നപ്പോൾ മാസികയ്ക്ക് പ്രചാരം കൊടുക്കും. സീരിയൽ വന്നപ്പോൾ മാസികയുടെ വായനക്കാർ കുറഞ്ഞു. രണ്ടും ഒരേ ആളുടെ തന്നെയാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? പറഞ്ഞ മനസ്സിലായില്ല? ചാനൽ വന്നപ്പോൾ വാരികയ്ക്ക് വരിക്കാർ കുറഞ്ഞു. രണ്ടിൻ്റെയും പബ്ലിഷേഴ്സ് ലിമിറ്റഡ് ഒന്നാണ്. ഒന്ന് മഴവിൽ മനോരമ, മറ്റൊന്ന് മലയാള മനോരമ. രണ്ടും ഒരാളുടേതാണ്. അവരുടെ പുതിയ പരസ്യം കണ്ടാൽ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നത്, വായിച്ചാൽ മനസ്സിൽ നിന്ന് മായാത്ത വായന മലയാള മനോരമ വരിക്കാരാവുക. സീരിയൽ കണ്ടാൽ അരമണിക്കൂർ കഴിയുമ്പോൾ അടുത്തത് ഇത് ബബിൾക്ക് നീണ്ടു പോണമാതിരി വരികയാണല്ലോ ഇങ്ങനെ. യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇടത്തെ തോളിൽ ഒരു മലക്കുണ്ട് തിന്മ എഴുതാൻ, വലത്തെ തോളിൽ ഒരു മലക്കുണ്ട്
നന്മ എഴുതാൻ. ഇന്ന് ഇടത്തെ തോളിലെ മലക്കിന് ഏറ്റവും കൂടുതൽ ജോലിയുള്ള സമയം അതാണ്. തിന്മ എഴുതുന്ന മലക്കിന് ഏറ്റവും കൂടുതൽ നമ്മുടെ പെണ്ണുങ്ങളെ കൊണ്ട് നോക്കും, ഏറ്റവും കൂടുതൽ ഇങ്ങോട്ട് നോക്ക്, ഏറ്റവും കൂടുതൽ നമ്മുടെ തിന്മ എഴുതുന്ന മലക്കിന് തിരക്ക് പിടിച്ച ജോലി ഏത് സമയത്താണ്? തിങ്കൾ മുതൽ വെള്ളി വരെ 7 മുതൽ 9 വരെ. ചിരിക്കണ്ട, തിരിച്ച് ഒരു 10 വർഷം മുമ്പ് ഈ വലത്തെ തോളിന്റെ മലക്കിന് ഏറ്റവും കൂടുതൽ ജോലി ഉണ്ടായിരുന്ന സമയവും 7 മുതൽ 9 വരെ. ഇതാണ് നമ്മുടെ പരാജയം. പറ മനസ്സിലായോ? ഒരു 10 വർഷം മുമ്പ് അതുവരെ നമ്മുടെ വലത്തെ തോളിലെ മലക്കിന് ഏറ്റവും കൂടുതൽ ജോലി ഉണ്ടായിരുന്ന സമയവും അല്ലേ? ആണോ അല്ലയോ? പരാജയം എവിടെയെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വാപ്പ കൊണ്ടുവന്ന ഉടുപ്പായിരുന്നു, ഇപ്പൊ ഇടാൻ പറ്റില്ല. എന്റെ ഉടുപ്പ് ചെറുതായി പോയി. ഞാൻ വലുതായതല്ല, ഉടുപ്പ് ചെറുതായതാണെന്ന് പറയുന്ന ആ നിസ്സാരവൽക്കരണം. ഞാൻ ഉടുപ്പ് അന്നും ഇന്നും ഇങ്ങനെ തന്നെ. ഞാൻ വലുതായതല്ല, പിന്നെ ഉടുപ്പ് അങ്ങോട്ട് മാറി സ്വയം ദർപ്പണത്തിൽ നോക്കിയിട്ട് അവനവനെ കുറ്റപ്പെടുത്തുന്ന ഞാനൊരു ഗന്ധർവനോ സൂക്ഷിച്ചു നോക്കി ഞാനൊരു അത്യുഗ്ര വേതാളമല്ലേ എന്ന് ചങ്ങമ്പുഴ പറഞ്ഞതുപോലെ സ്വന്തം മുഖത്ത് നോക്കി വിലയിരുത്താൻ കഴിയണമെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രവാസികളോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഒരർത്ഥത്തിൽ പ്രവാസികളെ, ഒരർത്ഥത്തിൽ നമ്മുടെ ഗൾഫിന്റെ സുഭിക്ഷത നമ്മളെ കുറച്ചൊക്കെ അഹങ്കാരികളാക്കി മാറ്റിയിട്ടുണ്ട്. തീർച്ചയായും. അതുകൊണ്ട് ഈ വായന, ജുബൈർ ബിൻ മുത്തീം, എല്ലാ സഹോദരിമാരും പറയുന്നത് എന്താ? ഒരു സീരിയൽ കണ്ടാൽ അടുത്തത് കേൾക്കാൻ തോന്നും, പക്ഷേ ഖുർആനിന് ആ ശൈലി ഇല്ല എന്ന് പറയുമ്പോ നിങ്ങൾക്കറിയോ ജുബൈർ ബിൻ മുത്തീം ആരാ? ജുബൈർ ബിൻ മുത്തീം കഅബാലയത്തിന്റെ മുമ്പിൽ ഇരുന്നിട്ട് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധമായ ഖുർആൻ ഓതുകയാണ്. ജുബൈർ ബിൻ മുത്തീം എന്ന ക്രൈസ്തവ പാതിരി കഅബാലയത്തിന്റെ മുമ്പിലൂടെ നടന്നു പോകുമ്പോ അബൂജഹൽ പറഞ്ഞു, ജുബൈറേ അതുവഴി പോകരുത്. മുഹമ്മദ് അവിടെ നിന്ന് ഖുർആൻ ഓതുന്നുണ്ട്. ആ ഖുർആൻ കേട്ടാ നീ വഴി പടച്ചു പോകും. അതുകൊണ്ട് ഖുർആനിനെ കേൾക്കരുതേ. ആ സമയത്താണ് ജുബൈർ ബിൻ മുത്തീം അതിരെ നടന്നു പോവുക. അല്ലാഹുവിന്റെ റസൂൽ ഖുർആൻ ഓതുന്നതിന്റെ ചെവിയിൽ കേട്ടാൽ എങ്ങാനും നന്നായി പോയാലോ എന്നോർത്ത് തന്റെ വിരലുകൾ ചെവിയിലോട്ട് തിരികെ കയറ്റി അല്ലാഹുവിന്റെ റസൂലിന്റെ ഖുർആന്റെ സൂക്തം കേൾക്കാതെ കഅബാലയത്തിന്റെ മുമ്പിലൂടെ നടന്നു പോയി ജുബൈർ ബിൻ മുത്തീം. ആ സമയത്താണ് അല്ലാഹുവിന്റെ ആലയത്തിന്റെ മുമ്പിൽ ഇരുന്ന് ഓടുന്നത്. വതൂരി വകിതാബിൻ മസ്തൂർ والبيت المعمور وسقف المرفوع. ജുബൈർ ബിൻ മുത്തീം അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന്റെ നാവിൽ നിന്ന് ഖുർആന്റെ വല്ലാത്ത ശ്രുതി മധുര താളം ഇങ്ങനെ പരന്നൊടുകുമ്പോ കേൾക്കാതെ തന്റെ വിരലുകൾ കുത്തിയിറക്കി പോയി ജുബൈർ ബിൻ മുത്തീം. പക്ഷേ ഒരണ്ട് പോകുന്ന ഒരു പ്രാണിയുടെ മൂളല് പോലെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖുർആന്റെ ശബ്ദം ജുബൈർ ബിൻ മുത്തീമിന്റെ വിരലിന്റെ ഇടയിലൂടെ ചെവിയിൽ പതിക്കുമ്പോ സന്മാർഗത്തിന്റെ വെളിച്ചം അങ്ങനെയാണ്. തിരികെത്തിയാലും പഴുതില്ലാത്തടുത്തുകൂടി പഴുത് കണ്ടെത്തുന്ന വിശുദ്ധമായ ഖുർആൻ ജുബൈർ ബിൻ മുത്തീം അറിയാതെ കേട്ടോ, അറിയാതെ വിരലുകളെ ചെവിയിൽ നിന്ന് പിൻവലിച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ പോയിട്ട് പറഞ്ഞില്ലേ, ഫവഖഅത ബൈന യദൈ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ പോയി സുജൂദിൽ വീണിട്ട് ക്രൈസ്തവ പുരോഹിതനായ ജുബൈർ ബിൻ മുത്തീം പറഞ്ഞില്ലേ, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. പ്രിയപ്പെട്ട പ്രവാസ ലോകത്തിന്റെ ചെറുപ്പക്കാരോട്, പ്രവാസ ലോകത്തിന്റെ ഒരു യുവജന സമ്മേളനത്തിന്റെ കീഴിലാണിത് നടക്കുക. ലോകത്തിലെ ഏറ്റവും ഒരു അഭിശപ്തമായ ആധാരങ്ങളെ പിടികൂടിയത് പത്തിലോട്ട് കടന്നു വരുന്ന സാധാരണ പരാനാധാരങ്ങളെ തുടക്കം പ്രവാസ ലോകത്ത് നിന്ന് പാതിരാ സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ ഭാര്യയുടെ സാമീപ്യമില്ല, പെൺമക്കളുടെ സാമീപ്യമില്ല, ആരും അറിയാതെ തിരമാലകൾക്ക് പുറം വിരസമായ രാത്രികളോട് സുഖകരമാക്കാൻ വെബ്സൈറ്റുകളുമായി അശ്ലീല സാഹിത്യങ്ങളുമായി ജീവിതത്തെ മുന്നോട്ട് പോകുന്ന എന്റെ പ്രിയപ്പെട്ട പ്രവാസ ലോകത്തിന്റെ ചെറുപ്പക്കാരാ, എന്തിനെ മോനെ നിനക്കറിയില്ലയോ അല്ലാഹുവിന്റെ ഖുർആന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരാമർശം ഏതെന്നറിയുമോ? നീ വായിക്കുന്നത്, നീ കേൾക്കുന്നത്, നീ പറയുന്നത്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ.
ഇന്ന സമഅ നീ കേൾക്കുന്നുണ്ട്, വൽ ബസറ നീ കണ്ടു വായിക്കുന്നുണ്ട്, അതാ നീ ചിന്തിക്കുന്നുണ്ട്. കുല്ലുലായിക കാന അൻഹു മസൂലാ. നാളെ പരലോകത്ത് പടച്ചറപ്പിന്റെ മുമ്പിൽ നിൽക്കുമ്പോ നീ വായിച്ചതിനെ കുറിച്ച് ഹിസാബ് നേരിടാണ്. നിസ്കാരം മുടക്കിയതിന് മാത്രമല്ല ഹിസാബുള്ളത്, കള്ളു കുടിച്ചതിന് മാത്രമല്ല ഹിസാബുള്ളത്, പലിശ മേടിച്ചതിന് മാത്രമല്ല ഹിസാബുള്ളത്. ഇന്റർനെറ്റിലൂടെ നീ കണ്ടിരുന്നത്, ഫേസ്ബുക്കിലൂടെ നീ പരസ്പരം ചാറ്റ് ചെയ്തത്. ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിധവകൾ പെരുകുന്ന കാലമാണ്. ഏത് വിധവയെന്നറിയുമോ? അവള് ഭർത്താവുള്ള വിധവയാണ്. കല്യാണം കഴിഞ്ഞ ബ്രഹ്മചാരിയെ പോലെ, വിവാഹം കഴിഞ്ഞ ബ്രഹ്മചാരിയെ പോലുള്ള വിധവകള് കേരളത്തിൽ കൂടുകയാണ്. പ്രവാസ ലോകത്തിന്റെ അവസ്ഥ എനിക്കറിഞ്ഞുകൂടാ. സഹോദരങ്ങൾ, അവളേത് വിധവയെന്നറിയുമോ? അവളാണ് സൈബർ വിധവ. അവളാണ് സൈബർ വിധവ. അവൾക്ക് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പെൻഷൻ ഇല്ല, അവൾക്ക് പഞ്ചായത്തിന്റെ വിധവാ പെൻഷൻ ഇല്ല. അവൾ ആരെന്നറിയുമോ? രാവിലെ ഇറങ്ങിപ്പോയ ഭർത്താവിനെയും കാത്തു വൈകുന്നേരം തന്റെ കിടപ്പറ വിരിച്ചിരിക്കുമ്പോ വൈകുന്നേരം വീട്ടിലേക്ക് വരുന്ന ഭർത്താവിനെയും കാത്ത് കിടപ്പറയും വിരിച്ചിരിക്കുമ്പോ ഡ്യൂട്ടി സമയം കഴിഞ്ഞ് ഓഫീസിന്റെ വരൽ തുമ്പിലൂടെ പാതിരാ സമയത്ത് വെബ്സൈറ്റുകളിലൂടെ അന്യന്റെ പെണ്ണുമായി ചാറ്റിംഗ് നടത്തി സ്വന്തം വെബ്സൈറ്റിലൂടെ രതിവൈകൃതങ്ങൾ പങ്കിടുന്ന ഭർത്താക്കന്മാർ അവര് ചാറ്റിംഗ് റൂമിലാണ്. ഭാര്യ കിടപ്പറ വിരിച്ചിട്ട് കാത്തിരിക്കുകയാണ്. അവൾക്ക് ഭർത്താവുണ്ട്, പക്ഷേ അവള് കിടപ്പറയിൽ വിധവയാണ്. സൈബർ വിധവ എന്ന് മലയാള ഭാഷ അവൾ കോമന പേരിട്ടു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഈ അശ്ലീല വായന ഭാര്യയും ഭർത്താവിന്റെയും ബന്ധങ്ങളെ തകർത്തു, മക്കളെ ക്രിമിനലുകളാക്കി. നിങ്ങൾക്കറിയുമോ, ഇടുക്കി ജില്ലയിലെ കുമളിയിൽ തേക്കടി വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ തൊട്ടടുത്ത് ഞാൻ മുന്നറിയിപ്പ് നൽകുകയാണ്. ഓരോ പിതാവിനോട്, ഓരോ മാതാവിനോട് വളർന്നു വരുന്ന മക്കൾക്ക് വേണ്ടി ഈ വായനയുടെ സംസ്കാരത്തെ മാറ്റി നിർത്തണം. ഈ വായനയുടെ സംസ്കാരത്തെ മാറ്റി നിർത്തണം. തേക്കടി വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ തൊട്ടടുത്ത് രാവിലെ കാട്ടിലെ വലിയ മരത്തിന്റെ പൊത്തിൽ 7 വയസ്സുകാരി പെണ്ണിന്റെ തലയില്ലാത്ത മൃതദേഹം. ലോകം ഞെട്ടിത്തെരിച്ചു. സാക്ഷര കേരളം തലതാഴ്ത്തി. അവളെ ആരോ മാനഭംഗം ചെയ്ത് കൊന്നത്രേ. പ്രതിക്ക് വേണ്ടി നെട്ടോട്ടമായി, ക്രൈംബ്രാഞ്ച് അന്വേഷണമായി. 3ാമത്തെ ദിവസം പ്രതി അറസ്റ്റ് ചെയ്ത ആരെന്നറിയുമോ? ആ നാട്ടിലെ നൊട്ടോറിയസ് ക്രിമിനൽ അല്ല, അവിടുത്തെ കള്ള് കച്ചവടക്കാരനല്ല, അവിടുത്തെ കുപ്രസിദ്ധ വാടക ഉണ്ടയല്ല. ആ പൊന്നുമോളുടെ കൂടെ അന്നേ ദിവസം സ്കൂൾ ബസ്സിൽ ഒരേ സീറ്റിൽ യാത്ര ചെയ്തു പോയ തൊട്ടടുത്ത ക്ലാസ്സിലെ 12 വയസ്സുകാരനായ വിദ്യാർത്ഥി, 12 വയസ്സുകാരനായ വിദ്യാർത്ഥി തൊട്ടപ്പുറത്തിരിക്കുന്ന 7 വയസ്സുകാരിയെ മാനഭംഗം ചെയ്ത് കൊലപ്പെടുത്തി മരപ്പൊത്തിൽ ഒളിച്ചുകൊണ്ടേ. എന്താണ് കാരണമെന്നറിയുമോ? അന്വേഷണ ഉദ്യോഗസ്ഥയോട് അവര് പറഞ്ഞ വാക്കുകൾ കേൾക്കുക. 12 വയസ്സുകാരനെ ആരാണിത് പഠിപ്പിച്ചു കൊടുത്തത്? അവൻ പറഞ്ഞത്, എന്റെ വാപ്പ മദ്യപാനിയാണ്, എന്റെ ഉമ്മയും ഏതാണ്ട് അതേ വടിയിൽ തന്നെയാണ്, മറ്റൊരു വടിയിൽ. വൈകുന്നേരം പിതാവ് വരുമ്പോ ആ പിതാവിന്റെ കയ്യിൽ ഒരു കടലാസ് പൊതി കാണാറുണ്ട്. പാതിരാത്രിയിൽ വാപ്പയും ഉമ്മയും അവർ അശ്ലീല കാസറ്റുകൾ കാണുന്നത്. ഉറക്കത്തിൽ കിടക്കുമ്പോൾ ഉറക്കത്തടിച്ച് ഞാൻ കണ്ടു നിൽക്കാറുണ്ട്. മാതാപിതാക്കൾ ഇല്ലാത്ത സമയത്ത് ഞാൻ VCD പ്ലേ ചെയ്ത് നോക്കിയപ്പോ അതാണ് എന്നെ പിന്നീട് പ്രേരിപ്പിച്ചതെന്ന് 12 വയസ്സുള്ള ഒരു മകൻ പറഞ്ഞ കാലഘട്ടത്തിലാണ് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്. സ്വന്തം മക്കൾക്ക് വേണ്ടി മണലാരണ്യത്തിന്റെ ചൂടിൽ കിടന്ന് പാടുപെടുന്ന എന്റെ പ്രിയപ്പെട്ട പ്രവാസികളെ, നാട്ടിലിരിക്കുന്ന മക്കളുടെ വായനയുടെ സംസ്കാരം എന്താണ്? നമ്മുടെ ഭാര്യ വായിക്കുന്നത് എന്താണ്? സത്യധാരയിൽ ഒരു ഫീച്ചർ ഞാൻ അല്പസമയം കൊണ്ട് വായിച്ചു. ഉമ്മയെ കുറിച്ച് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പൊന്നോമന പുത്രൻ മുനവ്വർ അലി ശിഹാബ് തങ്ങളുടെ ഉമ്മയെ കുറിച്ചുള്ള ഒരു സ്മരണകയുണ്ട്, വായിച്ചു നോക്കണം. മുനവ്വർ അലി ശിഹാബ് തങ്ങൾ എഴുതുകയാണ്, ഞങ്ങളുടെ ഉമ്മയാണ് ഞങ്ങളെ ദീൻ പഠിപ്പിച്ചത്. എല്ലാ ദിവസവും മഗ്‌രിബ് കഴിഞ്ഞ് സൂറത്തുൽ മുൽക്ക്, ദുഹാൻ, സൂറത്ത് യാസീൻ, സൂറത്തുൽ വാഖിയ ഇതോതാതെ ഞങ്ങളുടെ ഉമ്മ ഞങ്ങളെ കിടന്നുറങ്ങാൻ സമ്മതിക്കുമായിരുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല മടിത്തട്ടിലെ നല്ല മക്കള് പിറക്കൂ, നല്ല മടിത്തട്ടിലെ നല്ല മക്കൾ പിറക്കൂ. ഹദീജയുടെ മടിത്തട്ടിലെ ഫാത്തിമ പിറക്കൂ റളിയല്ലാഹു തആല അൻഹാ.
റളിയല്ലാഹു തആല അൻഹ കറുത്തവളായ ഹാജറയുടെ മടിത്തട്ടില് പൊന്നുമോൻ ഇസ്മായിൽ പിറക്കൂ. എന്തിനാണ് ഈ ജീവിതം, എന്തിനാണ് ഈ പരിശ്രമം? സമ്പാദിക്കുന്നതെല്ലാം അശ്ലീലത്തിന് വേണ്ടി വലിച്ചെറിഞ്ഞു കൊടുത്ത് ഒരുമാതിരി നപുംസക പ്രവാസിയായി മാറരുത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഡിസ്റ്റന്റ് ഹസ്ബൻഡിസത്തിന്റെ പേരിൽ ഭർത്താവ് വിദൂരത്താണ്, നാട്ടിലെ പാടിയുടെ വായനയുടെ സംസ്കാരം, ദൃശ്യാവിഷ്കാരത്തിന്റെ സംസ്കാരം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഫഖദ് ഖസിറ ഖുസ്റാനം മുബീനാ. അവസ്ഥ എന്തെന്നറിയോ? ലൈസ ലഹു ദുനിയാ വൽ ആഖിറ. നിനക്ക് ദുനിയാവും ഉണ്ടാവുകയില്ല, നിനക്ക് ആഖിറവും ഉണ്ടാവുകയില്ല. ലോകത്തിലെ ഏറ്റവും വലിയ നട്ടക്കച്ചവടമേടാ, അത് ആഖിറവുമില്ല ദുനിയാവുമില്ല. ഒന്നുകിൽ ദുനിയാവ് കിട്ടി, ആഖിറം കിട്ടിയില്ല. ആഖിറം കിട്ടിയില്ല, ദുനിയാവ് കിട്ടി. ഒരു കച്ചവടത്തിലെ ഏറ്റവും വലിയ മോശമായ കച്ചവടമേതാ? ഫഖദ് ഖസിറ ഖുസ്റാനം മുബീനാ. അവനാണ് ഏറ്റവും വലിയ നട്ടക്കച്ചവടക്കാരനെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രവാസികളോട് ഈ അല്പസമയത്തിന്റെ ഇടയിൽ ഒരു നഷ്ടക്കച്ചവടക്കാരനായി മാറരുത്. ജീവിതത്തിൽ നിങ്ങൾ ഖത്തറിൽ നിങ്ങൾ നല്ല കച്ചവടക്കാരനായേക്കാം, നല്ല ലാഭം ഉണ്ടായാം. പക്ഷെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടം വരുന്ന കച്ചവടക്കാരനാകരുത്. ആ കച്ചവടക്കാരനാണ് വൃദ്ധസദനമുള്ളത്. അള്ളാഹു കാക്കട്ടെ. ആർക്ക് ബോധം? ആർക്കും? എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ എന്നോട് പിണക്കൊന്നുമില്ലല്ലോ. നമ്മുടെ നാടിൻ്റെ സംസ്കാരമാണ്. വൈകുന്നേരമായാൽ ഫാഷൻ ടിവിയും MTVയും കാണുന്ന കുടുംബത്തിന്റെ ഞാൻ എൻ്റെ യാത്രയിൽ കണ്ട ഒരു പാഠമുണ്ട്. ഉമ്മയും ബാപ്പയും മക്കളും ഒന്നിച്ചിരുന്ന് മദ്യപിക്കുന്നത് ഞാൻ കണ്ടത് യാത്രയിലാണ്. ഇന്ന് വിധിവിലക്കുകളില്ല, മറയില്ല, എന്തും വായിക്കും. ഫേസ്ബുക്ക് ഒരുമാതിരി ഓൺലൈൻ ജീവികളായി 24 മണിക്കൂറും അതിൻ്റെ ഉള്ളിൽ. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് ഒരു ദജ്ജാല് ഇത് തന്നെയാണ്. ഒരു ദജ്ജാല് ഏതാണ്ട് ഇത് തന്നെയാണ്. കാരണം അവസാന നാളാകുമ്പോൾ ദജ്ജാലൂന കദ്ദാബൂന, കള്ളം പറയുന്ന ദജ്ജാല് വരുമെന്നാണ്. ഏറ്റവും കൂടുതൽ കള്ളം പറയുന്ന ദജ്ജാല് ഫേസ്ബുക്കാണ്. അല്ലാഹു റസൂൽ അവസാന നാളാകുമ്പോൾ കള്ളം പറയുന്ന ദജ്ജാല് ഒരുമാതിരി കള്ളമൊക്കെ വരുന്നതിലൂടെയാണ്. പാവങ്ങളൊന്നും അറിഞ്ഞൂടാ, അവരിയ്ക്കുന്ന ഫേസ്ബുക്ക് അവർക്ക് അറിയില്ല. മുത്തക്കീങ്ങളായിട്ട് ചെറുപ്പക്കാരിരിക്കും. എല്ലാത്തിലും നെറ്റിൽ വാദം കേൾക്കും. തിരുവനന്തപുരം എയർപോർട്ടിന്റെ ഫ്രണ്ടിലുള്ള ഹോട്ടലിന്റെ ഫ്രണ്ടിൽ ബാറിന്റെ മുമ്പിൽ വളരെ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, വി യൂസ് ഹലാൽ ചിക്കൻ. തിരുവനന്തപുരം എയർപോർട്ടിന്റെ മുമ്പിലുള്ള ബാറിന്റെ മുമ്പിൽ വളരെ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, വി യൂസ് ഹലാൽ ചിക്കൻ. ബാറിന്റെ മുമ്പിൽ ചിക്കൻ ഹലാലാണെന്ന് ആർക്ക് വേണ്ടിയാണ്? ആർക്ക് വേണ്ടിയാണ്? ഇപ്പോഴത്തെ ഒരു ഹോസ്പിറ്റൽ എയർപോർട്ടിന്റെ ഫ്രണ്ടിൽ ഇപ്പോഴും എഴുതി വെച്ചിട്ടുണ്ട്. എനിക്കതിൽ നിന്ന് മനസ്സിലായത് ഒരു കാര്യമാണ്. ഒന്നുകിൽ അവിടെ കടിക്കാൻ കയറിയ മുസ്ലിമിന്റെ മുമ്പിൽ ഇത് കൊണ്ടുപോയി വെച്ചപ്പോൾ ടച്ചിങ്ങിന് വേണ്ടി ചിക്കൻ ഫ്രൈ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവൻ മിക്കവാറും ഈമാൻ കൊണ്ട് ചോദിച്ചത് അറുത്തതാണോ? രണ്ട് കാര്യം അതിൽ നിന്ന് മനസ്സിലായിരിക്കും. ഒന്നുകിൽ ഇതൊരു തമാശയല്ല, ഇത് നമ്മുടെ ലോകത്ത്